തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വയോധികയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവൻപാറ സ്വദേശി ലീലാമണിയാണ് മരിച്ചത്. വീട്ടിലെ സർവീസ് വയറിൽ നിന്നാണ് ഷോക്കേറ്റത്. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഇന്നിപ്പോൾ സംസ്ഥാനത്ത് രണ്ടിടങ്ങളിലാണ് ഷോക്കേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ തിരുവനന്തപുരത്തെ സംഭവം ഇത് എപ്പോഴായിരുന്നു? ചെറിയ സനൂപിലേക്ക് വളരെ വേഗത്തിലെത്താം. രണ്ടിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംസ്ഥാനത്ത് രണ്ടിടങ്ങളിൽ ഷോക്കേറ്റ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് വയോധികയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂവൻപാറ സ്വദേശി ലീലാമണിയാണ് മരിച്ചത്. വീട്ടിലെ സർവീസ് വയറിൽ നിന്നാണ് ഷോക്കേറ്റത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനൂപ്, കേൾക്കാമെന്നാണ് കരുതുന്നത്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ആരാണ് മരിച്ചത്? ഒരു 11 മണിയോടുകൂടിയാണ് ഈ അപകടം നാട്ടുകാർ അറിയുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് വയോധിക 87 വയസ്സുള്ള ലീലാമണി എന്ന വയോധിക ഇപ്പോൾ ഷോക്കേറ്റ് മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം ഈ സർവീസ് വയറിനോട് ചേർന്ന്, അതായത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് ലീലാമണിയുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്ന സർവീസ് വയറിൽ നിന്നാകാം ഷോക്കേറ്റ് മരിച്ചു എന്നാണ് നിഗമനം. രാവിലെ നാട്ടുകാർ എത്തുന്ന സമയത്താണ് ഈ സർവീസ് വയറ് ദേഹത്ത് ചുറ്റിയ നിലയിൽ ലീലാമണിയെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ സ്ഥലത്ത് ഇപ്പോൾ പോലീസ് എത്തി പരിശോധിച്ചത് വഴി അവിടെ ഒരു വാഴ നിന്നിരുന്നു. ആ വാഴ വെട്ടിയിട്ട നിലയിലായിരുന്നു. അപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് അത് ലീലാമണി തന്നെയാണ് സ്ഥിരമായിട്ട് വാഴക്കുല മുറിക്കുന്നതും മറ്റുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഒരു നിഗമന പ്രകാരം ഈ വാഴക്കുല വെട്ടുന്ന സമയത്ത് ഈ സർവീസ് വയറിലെങ്ങാനും ഈ ഉപകരണം, ഈ വെട്ടോത്തി എങ്ങാനും കൊണ്ടതായിരിക്കാം. അങ്ങനെ ഈ കത്തി ഉപയോഗിച്ച് ഇത് മുറിക്കുന്ന സമയത്ത് സർവീസ് വയറിൽ താഴ്ന്നു കിടക്കുന്ന സർവീസ് വയറിൽ കൊണ്ട് മരണപ്പെട്ടതാകാം എന്നാണ് നിഗമനം. ഈ വീട്ടിൽ ലീലാമണിയും അതേപോലെ ലീലാമണിയുടെ ഭിന്നശേഷിക്കാരിയ മകളും മാത്രമാണ് താമസിച്ചിരുന്നത്. നാട്ടുകാർ പറയുന്ന പ്രകാരം ഇന്നലെ വൈകുന്നേരം വീട്ടിൽ കറണ്ടില്ല എന്ന് പറഞ്ഞ് ലീലാമണി തൊട്ടടുത്തുള്ള ഇലക്ട്രീഷ്യന്റെ വീട്ടിൽ എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ഈ ഇലക്ട്രീഷ്യൻ എത്തുന്ന സമയത്താണ് ഈ ലീലാമണി മരിച്ചു കിടന്നു എന്നുള്ള കാര്യമാണ്. പക്ഷെ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ലീലാമണി ഈ പറയുന്ന പോലെ വാഴക്കുല വെട്ടുന്ന സമയത്ത് ഈ സർവീസ് വയറിൽ ടച്ച് ചെയ്ത് അതുവഴി ഷോക്കേറ്റ് ആകാം മരണമെന്നാണ് നിലവിൽ. ഇപ്പോൾ പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടപടിയൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.